ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട്. അത് മൗണ്ടൻ വില്ല എന്നാണ് പേരിട്ടിരിക്കുന്നത്. ശരിക്കും ഒരു മലയുടെ മുകളിലൊരു വീട്. ശരിക്കും ഈ വീടിനെ കുറിച്ച് കഥ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് എപ്പം പണിത വീടാണ്? നമ്മൾ 2013 പണിത വീടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 13 വർഷമായി, 12 വർഷം കഴിഞ്ഞു. അന്നേരം ഇതൊരു ചെറിയ മുട്ടക്കുന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഹൈ റേഞ്ച് എപ്പോഴും ഇഷ്ടമാണല്ലോ. പിന്നെ പേരൻസിന്റെ ഒക്കെ റിലേറ്റീവ്സ് എല്ലാവരും ഇവിടെയാണ്, ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും ഇവിടെയാണ്. അപ്പം പിന്നെ അടുത്തധികം വീടുകളൊന്നും വേണ്ട, അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്ത സ്ഥലമാണ്. എപ്പോഴും ഇടുക്കിയിൽ ഞാൻ വരുന്ന സമയത്ത് ഒരു 5-10 സെന്റ് ഒരു സ്ഥലം ഉണ്ടാവും. കുറച്ച് സ്ഥലമാണെങ്കിൽ അവർ നിറച്ചും ഈ പറഞ്ഞ പോലെ പച്ചക്കറികള്, പഴങ്ങള്, ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അതിൽ നട്ടു വളർത്തും. ഇവിടെ വന്നപ്പോഴും സെയിം തന്നെയാണ്. ഇഷ്ടപ്പെട്ട എല്ലാം ഇവിടെ ഒരു വളർത്തി വെച്ചിട്ടുണ്ട്, ഒരു പർദീസൊക്കെ പോലെ. ഇവിടെ ഇല്ലാത്ത എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടോ നട്ടു വളർത്താൻ? ഇവിടെ ഉള്ളതെല്ലാം, അതായത് റബ്ബറിന്റെ അല്ലായിരുന്നു ഇവിടെ നമ്മൾ സ്ഥലം വാങ്ങിച്ച സമയത്ത്. അതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത് മാംഗോ കാശിരിക്കുന്നുണ്ട്, വേണം. പിന്നെന്തൊക്കെയുണ്ട്? അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഓറഞ്ചിന്റെ വെച്ചിട്ടുണ്ടോ കാണുന്നുണ്ടോ? അങ്ങനെയുള്ള നമ്മൾ ഇഷ്ടമുള്ള സംഭവങ്ങള്. നെല്ലി വെച്ചായിരുന്നു, പക്ഷെ ഉണങ്ങിപ്പോയി. ബാക്കിയുള്ള ഉണ്ട്. അത് നിർബന്ധമുള്ളായിരുന്നു ഒരു വീട് വെക്കാണെങ്കിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് വീട് വെക്കുമ്പോ തന്നെ നട്ട് വളർത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? വീട് താഴത്തെ ഫ്ലോർ 3000 സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ മുകളിൽ ടോപ്പില് ഒരു 3 ബെഡ്റൂം ഒക്കെ ആയിട്ട്. എനിക്കൊന്ന് പിള്ളേര് വന്നാലും അവർക്ക് ഓടി നടന്ന് അല്ലെ സ്പേസും കൂടി ഉണ്ട്. ഈ വീട് വെക്കുമ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അതായത് ഏറ്റവും വലിയ ഹാള് വലിപ്പം ഉണ്ടായിരിക്കണം. പിന്നെ അത്യാവശ്യം വീട് അടുത്തുണ്ടാവാൻ പാടില്ല. അത്യാവശ്യം കൃഷികളെല്ലാം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എല്ലാ കൃഷികളും ഉണ്ടാവണം. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു. പിന്നെ നല്ല സ്പേസ് വേണം എന്നുള്ളായിരുന്നു. ഈവൻ റൂം വരെ നമുക്ക് വലിപ്പമുള്ളത്, അധികം റൂം വേണ്ട, പക്ഷെ വലിപ്പമുള്ളത്. ഈ ഫിൻലാൻഡിൽ ഇതേപോലെ കൃഷി നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും നടാനോ വളർത്താനോ ട്രൈ ചെയ്യാറുണ്ടോ? ഞങ്ങൾ സമ്മറിൽ യാത്രയൊക്കെ ആയതുകൊണ്ട് സമ്മറിൽ നടക്കാറില്ല, സമ്മറിലാണ് നടക്കത്തുള്ളൂ. ഇതൊക്കെ വളരണ കാലാവസ്ഥ കിട്ടുന്നത് ആ സമയത്താണ് നമുക്ക് വെക്കേഷൻ. ബാക്കിയുള്ള സമയം മുഴുവൻ സ്നോ ആണല്ലോ. ഓക്കെ, അവിടെ പകല് കൂടുതലാണോ? സമ്മറില് പകല് 24 hours അടുത്ത് വരുന്ന ടൈമാണ്. ഈ ഫിൻലാൻഡിലും ഇപ്പൊ ഈ വീടുമായിട്ട് അല്ലെങ്കിൽ പണിയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആ വർഷം കൂടുതൽ ജീവിക്കണ ഇപ്പൊ അവിടെയാണല്ലോ. അപ്പം നാട്ടിലൊരു വീട് വെക്കുമ്പോ അതേപോലെ എന്തെങ്കിലും കൊണ്ടുവരണം ഈ വീട് പണിയുമ്പോ, അങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ആഗ്രഹം? വൈറ്റ് തീം മാത്രമാണ് അല്ലേ? അഴുക്ക് പറ്റി കഴിഞ്ഞാൽ നമ്മൾ കാണണം. പലരും പറഞ്ഞ ഡാർക്ക് ഫ്ലോർ ആണ്, എന്തിനും ഡാർക്ക് മതി എന്ന് പറയാറ്. പക്ഷെ നമ്മൾ അഴുക്ക് പറ്റി കാണണം, അപ്പൊ തുടയ്ക്കാൻ തോന്നൂലോ. ഈ ലൈറ്റ്സ് ഒക്കെ എവിടുന്ന് വാങ്ങിയത്? ഇത് 13 വർഷം മുമ്പ് വാങ്ങിച്ച ഇവിടുന്ന് സാധാരണ നമ്മള് കൊച്ചി പോയി പർച്ചേസ് ചെയ്തതാണ്. അവിടുന്ന് വരുന്ന സ്ഥലം എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ വീട്ടിൽ വെക്കണം? ഒന്നും വീടിന്റെ ഈ പ്ലാൻ ഉണ്ടല്ലോ, അത് ഇപ്പൊ ചേട്ടന്റെ ഒരു ഐഡിയ ആയിരുന്നോ അതോ നമ്മളൊരു? ഞങ്ങളുടെ രണ്ടുപേരുടെ ഐഡിയ ആയിരുന്നു. അതായത് ചിക്കുവിനായിരുന്നു ആള് വലിപ്പം, നല്ല വലിപ്പം ഉണ്ടാവണമെന്ന് മാത്രമേ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ രണ്ടുപേരുടെ കൂടി തീരുമാനങ്ങളാണ് എല്ലാ കാര്യങ്ങളും. എനിക്ക് പിന്നെയും അതായത് ഞങ്ങൾ ഹൈ റേഞ്ചിൽ താമസിച്ചുകൊണ്ട് പേരൻസിനൊക്കെ താഴത്തേക്ക്, അതായത് കോതമംഗലം മുതൽ മുകളിൽ അങ്ങോട്ടുള്ള സ്ഥലത്തേക്കൊക്കെ വീട് വെക്കണമെന്നായിരുന്നു ഇടയ്ക്ക് ഒരു ആഗ്രഹം വന്നു. പക്ഷെ ചിക്കുവിന്റെ ഒറ്റ നിർപ്പം നമുക്ക് ഹൈ റേഞ്ചിൽ തന്നെ മതി. കാരണം ഞാൻ താഴെയുള്ള ആളാണല്ലോ. അപ്പൊ ഞങ്ങളുടെ ഇതെന്ന് പറയുമ്പോഴേക്കും ഹൈ റേഞ്ചിലോട്ടാണ്, തണുപ്പും നല്ല രസമല്ലേ ഇവിടെ. നമ്മൾ വല്ലപ്പോഴാണ് വെക്കേഷൻ വരുന്നത്, അപ്പൊ നല്ല സുഖമായിട്ട് ജീവിക്കാലോ. അപ്പം ഹൈ റേഞ്ചിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും താഴെ പോയി വീട് വെക്കണം എന്ന് ആഗ്രഹം. അപ്പൊ അങ്ങനെയായിരുന്നു നിശ്ചയന്റെ താല്പര്യം. മാറിയിട്ടോ, ഇപ്പൊ ഹൈ റേഞ്ചിൽ തന്നെ ആൾക്കാർ പോകാൻ താല്പര്യമില്ല. റോങ് ആയില്ലല്ലോ. അതാണ് ചിക്കു പറഞ്ഞത്, റോങ് ആയില്ലല്ലോ. തെറ്റില്ല, ഭാര്യ ഓക്കെ, നമുക്ക് അകത്തേക്ക്